കേരളത്തിന്റെ കായിക ചരിത്രത്തിൽ നിർണായക സംഭാവനകൾ നൽകിയ ജില്ലയാണ് ഇടുക്കി. ആ ഇടുക്കിയിൽ നിന്ന് ഒരു പുത്തൻ താരോദയം KS കേദാർനാഥ്. ജൂനിയർ ആൺകുട്ടികളുടെ ഹൈജമ്പ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി സ്വർണം നേടിയിരിക്കുകയാണ് കേദാർനാഥ്. സന്തോഷം. മഴ ചെറിയ പണി തന്നു, അതുകൊണ്ട് ഒരു റെക്കോർഡിലേക്ക് പോകാൻ പറ്റിയില്ല, എന്നാലും സന്തോഷം. വളരെ സന്തോഷമുണ്ട് ഗോൾഡ് മെഡൽ അടിച്ചതില്. അതായത് പിന്നെ എന്താണ്, മഴ ചതിച്ചതാണോ ഇടയ്ക്ക് പണി? മഴ കറക്റ്റ് സമയത്ത് ചതിച്ച് കറക്റ്റോടെ ലൈനപ്പ് വിളിച്ചപ്പോഴത്തേക്കും മഴ പെയ്ത്. അല്ലെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ പെർഫോമൻസ് ചെയ്യുന്ന കുറച്ചുകൂടെ പെർഫോമൻസ് ചെയ്യായിരുന്നു തോന്നുന്നു. കേദാർനാഥിന്റെ അച്ഛനുണ്ട്. അതായത് ഒരുപക്ഷെ അവരെക്കുറിച്ച് പറയുമ്പോൾ ഹൈ റേഞ്ച് സ്പോർട്സ് അക്കാദമിയെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. ഇടുക്കിയിലെ അല്ലെങ്കിൽ കോട്ടയത്തിന്റെ അതിർത്തിയിലുള്ള വലിയ കുട്ടികൾക്ക് പല പരിമിതികളോട് പടവരുതിയാണ് ഹൈ റേഞ്ച് സ്പോർട്സ് അക്കാദമി വളരുന്നത്. അപ്പോൾ അതിലൊരു പ്രമുഖനാണ് കേദാർനാഥിന്റെ അച്ഛനപ്പുറത്തേക്ക് ഉള്ളത്. അഭിമാന നിമിഷമാണ്. പിന്നെ തീർച്ചയായിട്ടും അഭിമാനമുണ്ട്. കാരണം വളരെ പരിമിതമായൊരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ വരുന്നത്. ഈ ഒരു വർഷമായിട്ട് നമുക്ക് ഗ്രൗണ്ടിൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാരണം ഗ്രൗണ്ട് പണി നടക്കുമായിരുന്നു. പല സ്ഥലത്തും പാലായിലും അതുപോലെ തന്നെ സെൻറ് തോമസ് കോളേജിൻ്റെ ഗ്രൗണ്ടിലൊക്കെ കൊണ്ടായിട്ടാണ് സാറ് ഇവർക്ക് കോച്ചിങ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് വന്നിട്ട് ഇപ്രാവശ്യം മെഡൽ വന്നത് വളരെ നല്ല കാര്യമാണ്. ഇപ്പം നമുക്കൊരു 6-7 മെഡൽ വന്നിട്ടുണ്ട്. 14 കുട്ടികളാണ് വന്നത്. 6-7 മെഡൽ വന്നിട്ടുണ്ട്. നാളെ ഇനിയിപ്പോൾ ട്രിപ്പിൾ ജമ്പിൻ്റെ ഫൈനലുണ്ട് കേദാറിന്. അപ്പം അതിൽ നമ്മളൊരു മെഡൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കേദാറിന്റെ അമ്മ പഴയൊരു കായിക താരം കൂടിയാണ്. അതെ, ഏതൊക്കെ ഉണ്ടായിരുന്നു കൊണ്ട്? ഹൈ ജമ്പിലും ഹഡിൽസിലുമായിരുന്നു മത്സരിച്ച്. സ്കൂൾ സ്റ്റേറ്റ് മീറ്റുകളിലും നാഷണൽ മീറ്റുകളിലും മെഡലുകൾ ഉണ്ടായിരുന്നു. അതാണ്. അപ്പോൾ എന്തായാലും മകൻ അഭിമാന നിമിഷം, മകൻ ആ പാത പിന്തുടരുന്നു. അതെ, വളരെയധികം സന്തോഷം തോന്നുന്നു. എന്നിരുന്നാൽ പോലും വലിയ പോരായ്മകൾ അല്ലെങ്കിൽ പരിമിതികളുണ്ട്. സ്വന്തമായൊരു വീട് എന്നുള്ളൊരു അത് ഇപ്പോഴും വാടക വീട്ടിൽ നിന്നാണ്. ആ വാടക വീട്ടിൽ നിന്നാണ് കേദാറിൻ്റെ അനിയനും ജില്ലാ മീറ്റുകളിലൊക്കെ തന്നെ പങ്കെടുക്കുന്ന താരമാണ്. അപ്പോൾ ഇവരെയൊക്കെ തന്നെ കൊണ്ടുവരാൻ വലിയ പോരാട്ടമാണ്, അല്ലെങ്കിൽ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഇവർ വളരുന്നത്. അപ്പോൾ ഒരു വീടെന്ന സ്വപ്നം ഇപ്പോഴും ബാക്കിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ വൈകാതെ തന്നെ എന്തെങ്കിലും ഇവർ നല്ലൊരു സ്പോൺസറും അല്ലെങ്കിൽ വീടെന്ന സ്വപ്നമൊക്കെ നിറവേറുന്നു പ്രതീക്ഷിക്കുന്നു. നമ്മൾ സ്പോൺസറിനെ ഒരാൾ കിട്ടാനായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. കാരണം കിട്ടിയാൽ വലിയ ഉപകാരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവിയാണ്. കാരണം ഓരോ ദിവസവും പ്രാക്ടീസിന് പോകുന്നത്, അതുപോലെ തന്നെ ഇവർക്ക് വേണ്ട എക്യുപ്മെൻറ്റ്സ്, സ്പൈക്സ് ഒക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഉള്ള വണ്ടിക്കൂലിയും ചിലവും ഭക്ഷണ കാര്യങ്ങളൊക്കെ നല്ല ചിലവുണ്ട്. പിന്നെ ആ സ്വപ്നം എന്നാലും നമുക്ക് ഇവിടെ നേടിത്തന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ജൂനിയർ നാഷണൽ മെഡൽ ഉണ്ടായിരുന്നു, ബ്രോൺസ് ആയിരുന്നു. ഇപ്രാവശ്യം കഴിഞ്ഞ വർഷം സ്കൂൾ സ്റ്റേറ്റിൽ തേർഡായിരുന്നു വന്നത്. ഇപ്രാവശ്യം അത് ഗോൾഡ് മെഡലായി വന്നു. എന്തായാലും സന്തോഷം. ഈ പറഞ്ഞതുപോലെ തന്നെ കേദാറിൻ്റെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കേദാർനാഥ് കുതിക്കട്ടെ. ഒപ്പം തന്നെ അനുജനും അതുപോലെ തന്നെ കേരളത്തിൻ്റെ അഭിമാനകരമായി മാറട്ടെ. ഒപ്പം തന്നെ സ്പോൺസർ അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ വീടെന്ന പ്രതിസന്ധിയും മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആരെങ്കിലും ഇതെല്ലാം കണ്ട് രംഗത്തെത്തി ഇവരെ സഹായിക്കുമെന്നും നമുക്ക് കരുതാം. തിരുവനന്തപുരത്ത് നിന്ന് മാഹിൻ ജാഫറിനൊപ്പം അനിൽ വാസുദേവ്, 24.